വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യങ്ങളും ഒക്കെ മനസ്സിൽ നിർണയിച്ച് അതിനായി ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമുക്കുള്ളൊരു പ്രൊപ്പല്ലറാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു സ്പാർക്കാണ് മോട്ടിവേഷൻ. പക്ഷെ ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ എന്നും മോട്ടിവേറ്റഡ് ആയി ഇരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഒരുപക്ഷെ കുടുംബത്തിൽ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം. ഈ സമയത്തൊക്കെ നമ്മുടെ മോട്ടിവേഷൻ ചിലപ്പം ഇല്ലാണ്ടായി എന്ന് വരും. നമുക്ക് ആ കാര്യം ചെയ്യാനുള്ള ഒരു ഉത്സാഹം, വൈകാരികമായ ആ ഒരു ആവേശം ഇല്ലാതായി എന്ന് വരും. പക്ഷെ ഈ സമയത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നിലച്ചു പോകാതിരിക്കാൻ, കൺസിസ്റ്റന്റ് ആയി എന്ത് ലക്ഷ്യമാണോ ഉള്ളിൽ കണ്ടത് ആ ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് പോകാൻ നമ്മൾ കൈയടക്കം പരിശീലിക്കേണ്ടത് ഡിസിപ്ലിൻഡ് ആവാനാണ്. അതായത് ഒരു മെഷീനെ പോലെ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യാൻ തയ്യാറാവുക. വൈകാരിക ഭാവത്തിൽ ചെയ്യണമെങ്കിൽ തീർച്ചയായും അവിടെ മോട്ടിവേഷൻ വേണം. എന്നാൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിലും ഭേദമല്ലേ ആ സമയത്ത് ഡിസിപ്ലിൻഡ് ആയി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്യുന്നത്. അതുകൊണ്ട് മോട്ടിവേഷൻ ആണോ ഡിസിപ്ലിൻ ആണോ വലുത് എന്ന് ചോദിച്ചാൽ, വലിയ വിജയങ്ങളും ഗ്ലോറിയസ് സക്സസും ഒക്കെ ഉണ്ടാക്കാൻ മോട്ടിവേഷൻ ആവശ്യമാണെങ്കിൽ പരാജയപ്പെട്ടു പോകാതിരിക്കാനും മുൻപോട്ട് സഞ്ചരിക്കാനും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻ.